തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ദാ പത്രോസ്ലീഹ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ഗ്രന്ഥം തുറക്കുക. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം. 1 Peter chapter 3 verse 9. അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദാ പത്രോസ്ലീഹ പഠിപ്പിക്കുകയാണ്. വചനത്തിൽ ദാ ഇങ്ങനെ വായിക്കുന്നു: തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. 1 Peter chapter 3 verse 9. Do not repay evil for evil or abuse for abuse, but on the contrary, repay with a blessing. It is for this that you were called, that you might inherit a blessing. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹ നമ്മളോട് പറയുക, നമുക്കൊരു വിളിയുണ്ട്. അതെന്തിനുള്ള വിളിയാണ്? അനുഗ്രഹത്തിനുള്ള വിളിയാണ്. ഒരു വൈദികനാകുന്നത്, ഒരു കന്യാസ്ത്രീയാകുന്നത്, കുടുംബജീവിതം നയിക്കുന്നത്, ഏകസ്ഥ ജീവിതം നയിക്കുന്നതൊക്കെ വിളിയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം നമുക്കൊരു വിളിയുണ്ട്. അതെന്തിനുള്ള വിളിയാണ്? അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടിയുള്ള വിളി. അനുഗ്രഹം അവകാശമാക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുക. അപ്പോൾ നമ്മുടെ വിളി എന്താ? അനുഗ്രഹത്തിൻ്റെ പ്രവാചകന്മാരായി അനുഗ്രഹം സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള വലിയൊരു മഹത്തായ വിളി. ഇതാരാ പറയുന്നത്? പത്രോസ്ലീഹായാണ് പറയുന്നത്. പത്രോസ്ലീഹായെ ഓർമ്മയുണ്ടാവും. പത്രോസിൻ്റെ പഴയകാല ജീവിതം, പന്തക്കുസ്ത അനുഭവത്തിന് മുമ്പുള്ള ജീവിതം. പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കാൻ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 10-ാം വചനം വായിച്ചാൽ മതി. അതിങ്ങനെയാണ്: ശിമയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതൻ്റെ ഭൃത്യനെ വെട്ടി അവൻ്റെ വലത്ത് ചെവി ഛേദിച്ചു കളഞ്ഞു. ആ ഭൃത്യൻ്റെ പേര് മൽക്കോസ് എന്നായിരുന്നു. പത്രോസ്ലീഹായാണിത്. ആ പത്രോസാണ് ഇവിടെ പറയുന്നത്, അനുഗ്രഹം വേണോ എങ്കിൽ എന്തു ചെയ്യണം? തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. എന്തു വലിയ മാറ്റമാണല്ലേ! എന്തു വലിയ മാറ്റം! അമിത ദേഷ്യക്കാരനായിരുന്നവൻ, ഒന്ന് പറഞ്ഞാൽ 2 പറയുന്നവൻ, എടുത്തുചാട്ടക്കാരൻ ദാ നമ്മളോട് പറയുക, അനുഗ്രഹം വേണോ എന്തു ചെയ്യണം? നിന്ദനത്തിന് നിന്ദനം വേണ്ട, മറിച്ച് അനുഗ്രഹിക്കുവിൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായി പത്രോസ്ലീഹ പറയുന്നത് പ്രതികാരം ചെയ്യരുത്. എന്താണ്? പ്രതികാരം ചെയ്യരുത്. നിന്റെ ജീവിതത്തിൽ നിന്നോട് മറ്റുള്ളവർ എങ്ങനെ ഇടപെട്ടാലും നീ അവരെന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. പ്രതികാരം ചെയ്യരുത്. കാരണം പ്രതികാരം ചെയ്താൽ ദാ പത്രോസ്ലീഹ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം, നമുക്കുള്ള അനുഗ്രഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിളി നഷ്ടപ്പെട്ടു പോകും. ഈ അടുത്ത നാളിൽ നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിന് ഈ മൊബൈൽ ഫോണിൻ്റെ ആക്സസറീസൊക്കെ ഉണ്ടാക്കുന്ന വലിയ ഒരു ഷോപ്പൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം വലിയൊരു ധനാഢ്യനായിട്ടാണ് പൊതുവെ എല്ലാവരും അറിയപ്പെടുന്നത്. ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു. ഭാര്യയും മക്കളൊക്കെയുണ്ട്. അപ്പോൾ അവരൊരു ബ്ലെസ്സിങ് മേടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഈ മുതലാളിയായ വ്യക്തി എന്നോട് പറഞ്ഞു, ഫാദറിനോട് എനിക്കൊന്ന് സംസാരിക്കണം, എൻ്റെ ഭാര്യയും മക്കളൊന്ന് പുറത്ത് നിന്നോട്ടെ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. ഈ മനുഷ്യൻ പിന്നീട് എൻ്റെ മുമ്പിലിരുന്ന് വിങ്ങി പൊട്ടുകയാണ്, കരച്ചിലോട് കരച്ചിൽ. ഞാൻ പറഞ്ഞു,
ഇതെന്താ ഇതിനു മാത്രം കരയാൻ? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, പുറത്തെല്ലാവരും വീട്ടുകാരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ വലിയ ധനികനാണെന്നുള്ളതാണ്. അച്ഛാ, എൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. അച്ഛാ, ഞാൻ വലിയ കടബാധ്യതയിലാണ്. കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ ഉണ്ടല്ലോ, പണമൊക്കെ കിട്ടുന്നുണ്ട് അച്ഛാ, പക്ഷെ കിട്ടുന്നതെല്ലാം ബാങ്കിൽ അടച്ചടച്ച് പോകുന്നു. കയ്യിലൊന്നുമില്ല. അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ കയ്യിലൊന്നുമില്ല. വീട്ടുകാരുടെ വിചാരമൊക്കെ വലിയ വരുമാനം ഉണ്ടെന്നുള്ളതാണ്. എൻ്റെ ഭാര്യയോടും മക്കളോടും ഞാൻ ഇന്നു വരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല അച്ഛാ. അതുകൊണ്ടാണ് ഞാൻ അവരോട് പുറത്തു പോകാൻ പറഞ്ഞത്. അച്ഛാ, ഞാൻ എന്തു ചെയ്യും? അച്ഛാ, ഞാൻ എന്തു ചെയ്യും? വലിയ നാണക്കേടിലാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ തലയ്ക്കകത്ത് ചിന്ത വരുന്ന അച്ഛാ, ആത്മഹത്യ ചെയ്യാം. കാരണം നാണക്കേട് സഹിക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഈ കടബാധ്യത ലോകം മുഴുവൻ അറിയും. അതെനിക്ക് താങ്ങാൻ പറ്റില്ല. എൻ്റെ കുടുംബത്തിന് വലിയ അപമാനമായിരിക്കും. അതെനിക്ക് താങ്ങാൻ പറ്റില്ല. എന്തു ചെയ്യും? അപ്പോൾ പ്രശ്നം എന്താണ്? സാമ്പത്തികമായ ദുരിതം. അപ്പോൾ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തോട് ചോദിക്കാൻ ചില പ്രചോദനങ്ങൾ ലഭിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദരൻ്റെ ബാക്കിയുള്ള കുടുംബാംഗങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാവോ? ബാക്കി ആരൊക്കെയോ സഹോദരന്മാരുണ്ടല്ലോ, അവരെക്കുറിച്ചൊക്കെ ഒന്ന് പറയാവോ? അത്രയും നേരം എൻ്റെ മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് നിശബ്ദനായി, ഒന്നും മിണ്ടുന്നില്ല. ഞാൻ വീണ്ടും ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അച്ഛാ, അത് വലിയ കഥയാണ്, അതൊന്നും ഇപ്പം പറഞ്ഞ് ശരിയാകത്തില്ല. എന്ന് മാത്രമല്ല, അതൊക്കെ പോയ കാര്യങ്ങളാണ്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എനിക്ക് 2 സഹോദരന്മാരുണ്ട്. ഞാൻ താമസിക്കുന്നതിന് വലിയ ദൂരമല്ലാതെയാണ് താമസിക്കുന്നത്. അവരെ 2 പേരെയും ഈ ദേശത്ത് കൊണ്ടുവന്നത്, ബിസിനസ്സിൽ കൊണ്ടുവന്ന് വളർത്തിയെടുത്തത് ഞാനാണ്. അവരുടെ വിവാഹ കാര്യങ്ങൾ നടത്തിക്കൊടുത്തത് ഞാനാണ്. എന്നാൽ കല്യാണം കഴിഞ്ഞതോടുകൂടി അവരുടെ സ്വഭാവ രീതികൾ മാറി. അവരുടെ ഭാര്യമാർ അവരുടെ കുടുംബത്തിൽ ചില ആധിപത്യങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി എന്നെ അവർ മാറ്റി നിർത്തി. അച്ഛാ, ചുരുക്കത്തിൽ പറയട്ടെ, ഞാനും അവരും തമ്മിൽ വഴക്കാണ്. എന്നു മാത്രമല്ല, അവരെക്കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്കിഷ്ടമല്ല. അത്രമാത്രം ഞാൻ അവരിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളോ എൻ്റെ ഭാര്യയോ അവരെക്കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടമല്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ല. ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ നാളുകളായി ശത്രുതയിലാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, സഹോദര, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതെന്താണ്? ഇത്രയും നേരം സഹോദരൻ പറഞ്ഞുകൊണ്ടിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ഈ പ്രശ്നവും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പം അദ്ദേഹം ചോദിച്ചു, അതെങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞു, സഹോദര, നിങ്ങളുടെ മറ്റു സഹോദരങ്ങളോടുള്ള ഇടപെടൽ, സ്നേഹബന്ധം അത് വീണ്ടും ഒന്ന് ആരംഭിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ വലിയ സമാധാനം ഉണ്ടാവും. എന്ന് മാത്രമല്ല, താങ്കളുടെ സാമ്പത്തിക മേഖലയിലും അത് പ്രതിഫലിക്കാൻ തുടങ്ങും. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം, അച്ഛാ, എൻ്റെ ബിസിനസ് വേറെ, എൻ്റെ കുടുംബം വേറെ, എൻ്റെ സഹോദരന്മാരുള്ള ബന്ധം വേറെ, ഇതൊക്കെ തമ്മിൽ എന്ത് ബന്ധം അച്ഛാ? എൻ്റെ ബിസിനസ്സിൽ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, വലിയ തകർച്ചയുണ്ട്. പക്ഷേ എന്നു കരുതി എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ സഹോദരങ്ങളോടുള്ള ബന്ധം, അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെയെല്ലാം ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ചിലപ്പോൾ സാമ്പത്തിക കാര്യമാവാം, മറ്റു ചില വിഷയങ്ങളാവാം. ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് ചില കാര്യങ്ങൾ നമ്മുടെ ബോധ്യങ്ങളാക്കി മാറ്റുന്നത്. അതായത് ചില പ്രതികാര ചിന്തകൾ, ചില വെറുപ്പ്, ചില തിന്മ, ചില വ്യക്തികളോടുള്ള ഇപ്പോഴുമുള്ള മുറുമുറുപ്പ് മനസ്സിലുണ്ടോ? കർത്താവ് പറയുന്ന കാര്യം എന്താ? ആ മേഖല നീ ഒന്ന് സൗഖ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ നിന്റെ മറ്റ് മേഖലകളിൽ അനുഗ്രഹം ലഭിക്കും. അതായത്
ആത്മീയമായി നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ ഭൗതിക തലത്തിൽ ഓട്ടോമാറ്റിക്കലി അനുഗ്രഹം ലഭിക്കും. ഞാൻ ഈ പറഞ്ഞ ബിസിനസ്സുകാരനെ ഇരുത്തി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് നിറവിന് വേണ്ടി അനുതാപത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരാൻ തുടങ്ങി. പ്രതികാര ബുദ്ധിയോടുകൂടെ മാത്രം ചിന്തിച്ചിരുന്ന സഹോദരന്മാരെക്കുറിച്ച് ഇദ്ദേഹം കരയാൻ തുടങ്ങി. ഇദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തിന് വീണ്ടും സമാധാനം വേണം. ഈ സമ്പത്തൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിലും ഞങ്ങൾ സമാധാനത്തോടെ ജീവിച്ച കുടുംബാച്ച. ഞങ്ങളുടെ സഹോദരന്മാരുമായിട്ട് അത്രമേൽ സ്നേഹബന്ധത്തിലായിരുന്നു. ആ സമാധാനം വേണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രതികാരം എൻ്റേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ആവർത്തിച്ച് പറയുക, പ്രതികാരം എൻ്റേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. പ്രതികാരം എൻ്റേതല്ല, അത് ദൈവത്തിൻ്റെതാണ് എന്ന് മാത്രമല്ല, സഹോദരന്മാരെ സഹോദരിമാരെ മുമ്പിൽ കണ്ട് മനസ്സിൽ കണ്ട് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തെ പഠിപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം സ്വന്തം സഹോദരന്മാരെ സഹോദരിമാരെ ഇത്രയും അത്രയും തന്നോട് വെറുപ്പുള്ളവരെയൊക്കെ മനസ്സിൽ കണ്ടിട്ട് അവരെല്ലാവരെയും അനുഗ്രഹിച്ച് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയ ശാന്തത കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കഴിഞ്ഞു പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, സാവധാനം എൻ്റെ പ്രശ്നങ്ങൾക്ക് ദൈവം ഉത്തരം നൽകുന്നു. അച്ഛാ, ഇത്രയും നാളും ഇല്ലാതിരുന്ന സമാധാനം ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഞാൻ എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, ഈ വലിയ കടബാധ്യതയെക്കുറിച്ചൊക്കെ എൻ്റെ ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞു. അച്ഛാ, എനിക്കിപ്പോൾ വലിയൊരു ഒരു ശക്തിയുണ്ട്. കാരണം എൻ്റെ ഭാര്യയും മക്കളൊക്കെ കൂടെയുണ്ട്. ഇത്രയും നാളും അതെല്ലാം എൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ സന്തോഷമാണ് അച്ഛാ. കടബാധ്യതയൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും കർത്താവ് നയിക്കുന്നു. ആ പിണങ്ങിയിരുന്ന സഹോദരന്മാരുടെ ഒക്കെ സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശത്രുത മനസ്സിൽ നിന്നും മാറ്റുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ അഭിഷേകം വന്നു നിറയാൻ തുടങ്ങും. മനോഹരമായിട്ടുള്ളൊരു വചനം ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങളാണ്. സെൻറ്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 17 ഓൺവേഴ്സ്, 17 മുതൽ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. പൗലോസ്ലീഹ പറയുക, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. എന്നിട്ട് അടുത്ത വചനം ശ്രദ്ധിച്ചോണം, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. പൗലോസ്ലീഹ എന്താ പറയുന്നത്? സാധിക്കുന്നിടത്തോളം. പൗലോസ്ലീഹയ്ക്ക് നമ്മളെ നന്നായിട്ട് അറിയാം. എപ്പോഴൊന്നും പറ്റിയില്ലെങ്കിലും സാധിക്കുന്നിടത്തോളം എന്തു വേണം? സമാധാനത്തിൽ വർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതികാരം നമ്മൾ ചെയ്യേണ്ടതല്ല. അത് ആരുടേതാ? അത് കർത്താവിൻ്റേതാണ്. ദൈവം പ്രതികാരം വീട്ടിക്കൊള്ളും. നമ്മൾ അതിൻ്റെ പുറകെ നടന്ന് അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ പ്രതികാരം വീട്ടാൻ തുടങ്ങിയാൽ നമ്മളെ കൊണ്ട് വീട്ടാവുന്നതേ ഉള്ളോ? അല്ലല്ലോ. നമുക്കെന്ത് കഴിവുണ്ട്? പ്രതികാരം അത് കർത്താവിൻ്റേതാണ്. അടുത്ത വചനം ശ്രദ്ധിച്ചോണം. മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനൽ കൂനകൂട്ടും. അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? പൗലോസ്ലീഹ പറയും, എന്താ പറയണേ? നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാൻ കൊടുക്കണം. നമ്മുടെ ശത്രുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ, വിശന്നാൽ നമ്മൾ എന്തു പറയും? അവൻ അനുഭവിക്കട്ടെ, അല്ലേ? നമ്മുടെ സാധാരണയുള്ള ചില ഡയലോഗാണ്. അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ദ്രോഹം ചെയ്തൊരു വ്യക്തിയെക്കുറിച്ചാണ് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ നമ്മളെന്ത് പറയും? അവൻ അങ്ങനെ അനുഭവിക്കട്ടെ,
അവൻ അങ്ങനെ തന്നെ വേണം അല്ലേ? കൂട്ടത്തിൽ പറയും കിട്ടിയതൊന്നും പോരാ. ചിലരൊക്കെ പറയും അവൻ ചത്തു പുഴുവരിക്കും. ഇങ്ങനെയുള്ള ചില വാചകങ്ങളൊക്കെ നമ്മുടെ വായിൽ നിന്ന് വീഴും. ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാൻ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഭക്ഷിക്കാൻ കൊടുക്കണം. നാളുകൾക്ക് മുമ്പ് ഒരു കൗൺസിലിംഗ് അവസരത്തിൽ ഒരു ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഭർത്താവിന് സ്നേഹമുള്ളത് കൊണ്ടൊന്നും അല്ല വെച്ച് വിളമ്പുന്നത്. ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെയാ? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാൻ കൊടുക്കണം. ശത്രുവാ, പക്ഷേ എങ്കിലും ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് ബൈബിളിൻ്റെ പറഞ്ഞതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് ആവർത്തിച്ച് പറയുന്ന കാര്യം, നമ്മൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. മറിച്ച് വചനം പഠിപ്പിക്കുന്ന കാര്യം 21-ാം വചനം, തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. തിന്മയെ എങ്ങനെ വേണം? നന്മ കൊണ്ട് കീഴടക്കുവിൻ. ഈ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 22-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, തിന്മയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് പറയരുത്, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. ബുക്ക് ഓഫ് പ്രൊവർബ് ചാപ്റ്റർ 20 വേഴ്സ് 22. ഡു നോട്ട് സേ ഐ വിൽ റീപേ ഈവിൾ, വെയിറ്റ് ഫോർ ദ ലോർഡ് ആൻഡ് ഹീ വിൽ ഹെൽപ്പ് യു. ദൈവം നിന്നെ സഹായിക്കുമെന്ന്. നമുക്ക് നമ്മുടെ ശത്രുവിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. എന്നാൽ വചനം പഠിപ്പിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മളെ സഹായിക്കും. ദൈവം പ്രതികാരം ചെയ്തുകൊള്ളും. നീ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഒരായുസ് മുഴുവനും ഈ മറ്റുള്ളവരെ ശരിയാക്കാൻ നന്നാക്കാൻ വേണ്ടിയുള്ള ഓട്ടാണ്. ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാൻ അവനെ പഠിപ്പിക്കും. ആ വ്യക്തി, ആ കുടുംബം എന്നോട് ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഒരായുസ് മുഴുവൻ കോടതി കയറി ജീവിതം കളയുന്നവർ, ഒരായുസ് മുഴുവൻ വെറുപ്പിലും നിരാശയിലും കഴിയുന്നവർ. പ്രിയപ്പെട്ടവരെ, എന്ത് ഗുണം! നമ്മളാരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രതികാരം ചെയ്ത് എന്തെങ്കിലും നേടുമെന്ന് കരുതണ്ട. പ്രതികാരം ദൈവത്തിൻ്റെതാണ്. അപ്പം ആരെങ്കിലും ചിന്തിക്കുകയാണ്, എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ വചനം പഠിപ്പിക്കുന്നു, നിനക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട്. ദൈവമുണ്ട് നിൻ്റെ കൂട്ടത്തിൽ. പ്രതികാരം ദൈവത്തിൻ്റെതാണ്. പ്രതികാരം ദൈവത്തിൻ്റെതാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 91 ഇങ്ങനെയാണ്, 91:8, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 91 വേഴ്സ് 8, ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 91 വേഴ്സ് 8, യു വിൽ ഓൺലി ലുക്ക് വിത്ത് യുവർ ഐസ് ആൻഡ് സീ ദ പണിഷ്മെൻറ്റ് ഓഫ് ദ ലോർഡ് വിക്കഡ്. അതായത് ദുഷ്ടർ അവർ സഹിക്കുന്ന നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നിന്റെ ജീവിതകാലത്ത് നീ കണ്ടുകൊള്ളും. നീ പ്രതികാരം ചെയ്യാൻ പോകണ്ട. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർ എന്നോട് ഇങ്ങനെ ചെയ്തു, അവരിങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ വേദനിപ്പിച്ചു എന്നിങ്ങനെ ചിന്തിച്ച് സങ്കടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിനക്കുള്ള സന്ദേശമാണ്. ഇത് നിനക്കുള്ള സന്ദേശമാണ്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. നിന്ദനത്തിന് നിന്ദനം കൊടുക്കണ്ട. മറിച്ച് നീ അവരെ അനുഗ്രഹിക്കുവിൻ. ഈ വചനം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ജോസഫ് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ജോസഫ്, പഴയ നിയമത്തിലെ ജോസഫ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം മുതൽ ജോസഫിനെ കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ ഒരു പകുതി കഴിഞ്ഞ് മുഴുവൻ ആദ്യം സൃഷ്ടികർമ്മത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് പിന്നീട് പറഞ്ഞു വന്ന് ഇതാ ജോസഫിൽ എത്തിച്ചേരുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നല്ല കുറേ മേഖലകൾ മുഴുവൻ ഇതാ ജോസഫിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ജോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ജോസഫ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 15 മുതലുള്ള വചനത്തിൽ ഇങ്ങനെയാണ്, തങ്ങളുടെ പിതാവ് മരിച്ചപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞു, ഒരു പക്ഷേ ജോസഫ് നമ്മെ വെറുക്കുകയും നാം ചെയ്ത ദ്രോഹത്തിനെല്ലാം പകരം വീട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് എന്ത് വേണം?
പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു എന്ന് പറയാൻ അവർ ഒരു ദൂതനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. സംഭവമൊക്കെ അറിയാമല്ലോ. ജോസഫ് അവൻ്റെ സഹോദരന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഇവനെ പൊട്ടക്കിണറ്റിലിട്ടു. ഇവൻ കൊന്നുവെന്ന് ഇവൻ മരിച്ചുവെന്ന് പറഞ്ഞു. ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്ത് അവൻ ഒറ്റപ്പെടുത്തി നശിപ്പിച്ചു. എന്നാൽ ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജോസഫിൻ്റെ കൂടെ ദൈവം ഉള്ളത് കൊണ്ട് ജോസഫിന് ആർക്കും തടയാൻ പറ്റിയില്ല, ആർക്കും നശിപ്പിക്കാൻ പറ്റിയില്ല. ജോസഫ് അതാ പിന്നീട് അവരുടെ നേതാവായിട്ട് കടന്നു വരുമ്പോഴാണ് അവരുടെ സഹോദരന്മാർ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത്, പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു എന്ന് പറയാൻ അവർ ദൂതനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. അടുത്ത വചനം, ജോസഫിനോട് പറയുക, അങ്ങയുടെ സഹോദരന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും ദയവായി അവരോട് ക്ഷമിക്കുക. അവർ അങ്ങയെ ദ്രോഹിച്ചു. അങ്ങയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി. ജോസഫ് പലതവണ കരഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോഴും ജോസഫ് കരഞ്ഞുപോയി. തൊട്ടടുത്ത വചനം, സഹോദരന്മാർ വന്ന് അവൻ്റെ മുമ്പിൽ വീണു പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള വചനം വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മർമ്മമാണ്. ഇത് ജീവിതത്തിൽ ലഭിച്ചാൽ കുടുംബം, വ്യക്തിജീവിതം രക്ഷപ്പെട്ടു. ജോസഫ് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? പ്രിയപ്പെട്ടവർ, ഈ ചോദ്യത്തിൻ്റെ പിന്നിലൊരു അർത്ഥമുണ്ട്. കാരണം പ്രതികാരം ആരുടേതാണ്? ആ ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിൻ്റെ പ്രതികാരം നീ ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? നീ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒന്നാം പ്രമാണ ലംഘനമാണ്. അത് ദൈവം ചെയ്തോളും, അത് നീയല്ല ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ റോള് നീ ഏറ്റെടുക്കണ്ട, അല്ലേ? നമ്മൾ മലയാളത്തിലൊക്കെ ഇടയ്ക്ക് പറയലത് തരത്തിൽ പോയി കളിക്കുന്നൊക്കെ പറയുന്നത് എന്ത് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ പ്രത്യേകത? അതായത് അത് ദൈവം ചെയ്തോളും, നീ ചെയ്യാൻ പോകണ്ട, അത് നിൻ്റെ തരത്തിലുള്ളതല്ല. അതുകൊണ്ടാണ് ജോസഫ് ചോദിക്കുന്ന ചോദ്യം, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? എന്നിട്ട് അടുത്ത വചനമാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. നിങ്ങളെന്താ ചെയ്തേ? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ സർവശക്തനായ ദൈവം അത് നന്മയാക്കി മാറ്റി. എന്നിട്ട് അടുത്ത വചനം, ദൈവം ഇന്ന് കാണുന്നത് പോലെ അനേകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാ? ഇന്ന് കാണുന്നത് പോലെ ഇത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അന്ന് അങ്ങനെയെല്ലാം അനുവദിച്ചത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28 നമ്മൾ വായിച്ചു പഠിച്ചിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ എന്നാണ് പറയണത്, അല്ലേ? പൗലോസ്ലീഹ പറഞ്ഞ ഈ കാര്യമൊന്നും നമ്മുടെ ജോസഫിന് അറിയത്തില്ലല്ലോ. ജോസഫ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യൻ. ജോസഫ് എന്താ പറഞ്ഞത്? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ കുറേ കയ്പ് നീര് കുടിച്ച് സങ്കടങ്ങളുടെ മധ്യത്തിൽ ജീവിച്ച് ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നവരുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ദൈവം അറിയാതെയാണോ അതെല്ലാം സംഭവിച്ചത്? നിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നിൻ്റെ പ്രിയപ്പെട്ടവർ നിനക്കൊന്നും തരാതെ നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടാവും. നിനക്കൊന്നും തന്നിട്ടില്ലായിരിക്കാം. പക്ഷേ ദൈവം അറിയാതെയാണോ സഹോദര? ദൈവത്തിൻ്റെ പെർമിഷൻ കൂടാതെയാണോ? അല്ല. ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിനക്കൊത്തിരി പീഡകൾ സഹിക്കുന്നുണ്ട്. ദൈവം അറിയാതെയാണോ? അല്ല. ദൈവം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. ദൈവം പെർമിഷൻ കൊടുക്കാതെ നിന്നെ തൊടാൻ ഒന്നിനും പറ്റില്ല, ആർക്കും പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പ്, നീ ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥ സർവശക്തനായ ദൈവത്തിനറിയാം. അതാണ് ജോസഫ് വിളിച്ചു പറയുന്നത്, ഇന്ന് കാണുന്നത് പോലെ അനേകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഞാൻ അനുഭവിച്ച കണ്ണുനീർ അതെന്തിനാ? അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗം. ഇന്നും ഒരുപക്ഷെ ചിലരെങ്കിലും ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു,
കഴിഞ്ഞ വർഷങ്ങൾ അങ്ങനെ ചെയ്തു, ചില പഴയ കണക്കം കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതാ നിന്നോട് വചനം പഠിപ്പിക്കുന്ന കാര്യം, ഇതൊക്കെ ദൈവം നിനക്ക് നന്മയാക്കി മാറ്റുകയാണ്, നന്മയാക്കി മാറ്റുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില തീരുമാനങ്ങളിലേക്ക് എത്താം. എന്താ തീരുമാനം? അതായത് ഈ ഒരു പ്രതിസന്ധിയിൽ ഞാൻ ഒന്നാമതറിയണം, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഇന്ന് അനുഭവിക്കുന്ന ദുരിതത്തിലൂടെ കർത്താവ് ഒരു സന്ദേശം എനിക്ക് നൽകുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇന്നത്തെ ദുരിതം നാളുകളിൽ ഒരു അനുഗ്രഹമായിട്ട് മാറും. ഇന്നലകളിലെ ദുരിതം ഇന്നത്തെ അനുഗ്രഹമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഇതൊരു പാഠമാണ്. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നമ്മൾ. പത്രോസ്ലീഹ നമ്മളെല്ലാവരും പഠിപ്പിക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ലഭിച്ച അഭിഷേകം ഈ നാളുകളിൽ പ്രാർത്ഥനാ വിഷയമാക്കുക. 1 പത്രോസ് 3-ാം അധ്യായം 9-ാം വചനം മറക്കാതെ ഹൃദയത്തിൽ എപ്പോഴും ഓർക്കണം. തിന്മയ്ക്ക് പകരം തിന്മ വേണ്ട, നിന്ദനത്തിന് പകരം നിന്ദനം വേണ്ട, പ്രതികാരം നിൻ്റേതല്ല, മറിച്ച് അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മളെല്ലാം. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹം നമുക്കെല്ലാവർക്കും സ്വന്തമാക്കാം. ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.